ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ഏഴാമത്തെ പാഠം തേൻനിലാവ്, 1-ാം ക്ലാസ്സിൻ്റെ തേൻനിലാവിൽ ഏഴാമത്തെ പാഠമായിട്ട് എന്താണ്? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നമുക്ക് എന്താണ് പാഠമെന്ന് മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇശാ നിസ്കരിച്ചു. അൻവറും ഉപ്പയും വീട്ടിലെത്തി. ഉമ്മ ഭക്ഷണം വിളമ്പി. എല്ലാവരും 2 കൈയും വായും കഴുകി. ഉമ്മയും ഉപ്പയും അൻവറും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാവരും ബിസ്മി ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്? ഉപ്പയും അൻവറും വീട്ടിലെത്തി. രാത്രി ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ് അവർ വീട്ടിലെത്തിയത്. അപ്പോൾ ഉമ്മ ഭക്ഷണം വിളമ്പി. എല്ലാവരും കൈയും വായും കഴുകി. ഉമ്മയും ഉപ്പയും അൻവറും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്ത്? ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ 2 കൈയും വായും കഴുകണം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ 2 കൈയും വായും കഴുകണം. പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേശ്ശെ എടുത്ത് ചവച്ചരച്ചു കഴിച്ചു. കുറേശ്ശെയായിട്ട് ചവച്ചരച്ച് കഴിക്കണം. പിന്നെ കഴിച്ചു തീർന്നു ദിക്ർ ചൊല്ലി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലാനുണ്ട്. എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. കൈകളും വായും കഴുകി ബ്രഷ് ചെയ്തു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അദബുകളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. 2 കൈയും വായും കഴുകണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലണം. കുറേശ്ശെ എടുത്ത് ചവച്ചരച്ച് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ എന്ന് ചൊല്ലണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എന്താണ്? കൈകളും വായും കഴുകണം. ബ്രഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. നമുക്കിതിൻ്റെ ആക്ടിവിറ്റി എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അപ്പോൾ അത് രണ്ടും പറഞ്ഞ് പഠിക്കുക. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി എന്താണ്? ഇഷ ഭക്ഷണം വിളമ്പി. ഒന്നിച്ചിരുന്നു. ചവച്ചരച്ചു. ബ്രഷ് ചെയ്തു. ഇതൊക്കെ അതിൽ വന്ന വേർഡ്സുകളാണ്. അതൊക്കെ വായിച്ച് പഠിക്കുക. പിന്നെന്താണ്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വന്നത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്? ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഭക്ഷണം കഴിച്ചാൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഭക്ഷണം കഴിച്ചാൽ, അതായത് കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? അത് നമ്മൾ പറഞ്ഞില്ലേ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അപ്പോൾ അതും പറഞ്ഞു പഠിക്കുക. പിന്നെന്താണ്? ഭക്ഷണം കഴിക്കും മുമ്പ് കഴുകണം. എന്തെല്ലാമാണ്? 2 കൈയും വായും കഴുകണം. ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്ത് ചെയ്യണം? കൈകളും വായും കഴുകി ബ്രഷ് ചെയ്യണം. കൈകളും വായും കഴുകി ബ്രഷ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കലാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ദിക്റുകളൊക്കെ മനഃപ്പാഠമാക്കുക. നമ്മളും അതുപോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ 2 കൈയും വായും കഴുകണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം. ബിസ്മി ചൊല്ലണം. കഴിഞ്ഞാലുള്ള ദിക്ർ ചൊല്ലണം. ഒക്കെ നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ എന്ന ഈ പാഠം ഇത്രയാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെടുകയാണെങ്കിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.